എന്തുകൊണ്ടാ? കാരണം എന്താ? മഹാത്മാക്കളാകുന്ന പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു, ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ. മനസ്സിലായോ? മലയാളം പാടി തിരിയുന്നില്ല, പിന്നിൽ അറിവ് പറഞ്ഞല്ലേ. മഹാന്മാക്കൾ പഠിപ്പിക്കുന്നു, ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ. നമ്മുടെ പൂർവികരാകുന്ന പൂർവസൂരികൾ കടന്നു വന്ന ഒരു പാതയിലൂടെയല്ലാതെ, അവരെ അനുധാവനം ചെയ്യൽ കൊണ്ടല്ലാതെ ഒരിക്കലും അവസാന കാലഘട്ടത്തിലുള്ള മനുഷ്യർക്ക് നന്നാകാൻ കഴിയില്ലെന്ന് മഹാത്മാക്കൾ പഠിപ്പിക്കുമ്പോൾ ചിന്തകന്മാര് പറയുന്നു, ഹെൽ ഈസ് എംപ്റ്റി. Hell is empty because devils are here. നരകം ശൂന്യമാണ്, നരകം ശൂന്യമാണ്, പിശാചുക്കൾ മുഴുവൻ ഇവിടെയാണെന്ന് ചിന്തകന്മാരെ പോലും പറയുന്ന കാലഘട്ടത്തിന്റെ ഇതിഹാസങ്ങളിലേക്ക് ലോകം മാറിക്കിടക്കാൻ കാരണം എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ഞാൻ എന്റെ വിഷയത്തിന്റെ ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കുന്ന ശ്രദ്ധയോടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആദ്യമായി നമ്മുടെ കാലഘട്ടം ഈ തരത്തിലെ കഥപ്പതിക്കാനും മാപതിക്കാനും തോന്നിവാസങ്ങൾ കാണിക്കാനും എന്തുകൊണ്ടാ കാരണം എന്നറിയുമോ? മഹാത്മാക്കൾ പഠിപ്പിക്കുന്നു, അല്ലീമാനു ബില്ലാഹ്. ലോകത്തിന്റെ പരമാധികാരിയില്ലേ, ലോകത്തിന്റെ രക്ഷിതാവില്ലേ, ലോകത്തിന്റെ ഖാലിഖും റാസിഖുമായ, ലോകത്തിന്റെ സംരക്ഷകനും, ലോകത്തിന്റെ ജഗന്നിയന്താവും, ലോകത്തിന്റെ ജഗദീശ്വരനും, ലോകത്തിന്റെ രാജാതും രാജാതിരാജനുമായ, ലോകത്തിന്റെ സംവിധായകനായ, ലോകത്തിന്റെ ഖാലിഖായ, ലോകത്തിന്റെ രക്ഷിതാവായ, ലോകത്തിന്റെ ആൾമൈറ്റി അല്ലാഹ്. ആ പടച്ചവനെ കൊണ്ടുള്ള വിശ്വാസം, ആ പടച്ചവനെ കൊണ്ടുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ നിന്ന് പോയപ്പോഴാ തോന്നിവാസങ്ങൾ കാണിക്കാൻ, തെമ്മാടിത്തരങ്ങൾ കാണിക്കാൻ, മാനവാ നീ മാറാൻ കാരണം അതുകൊണ്ടാ ചെറുപ്പക്കാരാ. കള്ളുകുപ്പിയെടുക്കുന്ന സമയത്ത് നിന്റെ ഹൃദയാന്തരങ്ങളൊന്ന് പിടപെടുക്കണോ? ആരും കാണാതെ പാതിരാത്രിയുടെ അടിത്തട്ടിൽ ഒരു പാലത്തിന്റെ അടിയിൽ പോയിരുന്നു ഞാനെടുത്ത് കുടിക്കുന്ന കള്ളാണെങ്കിലോ, ആരും കാണാതെ കുടിക്കുന്ന കള്ളാണെങ്കിലോ, എല്ലാം കാണുന്ന ലോകത്തിന്റെ രക്ഷിതാവുണ്ട് പൊന്നുമോനെ എന്നുള്ള വിശ്വാസം നിന്റെ ഹൃദയാന്തരങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കടന്നു വന്നാലേ കള്ളെടുത്ത് വലിച്ചെറിയ ചെറുപ്പക്കാരാ നിനക്ക് സാധിക്കുകയുള്ളൂ. ആറ് കാടായുടെ അധികാരമുള്ളത്, ആറ് കാടായുടെ പവറുള്ളത്? Who is the owner of this universe? Who is the ultimate controller of this universe? ആരാണ് ഈ കാണുന്ന പ്രവിശാലമായ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നതാരാ? I can see a divine hand behind my soul. എന്റെ ആത്മാവിനെ കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ച എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, എന്റെ ആത്മാവിനെ അടക്കി ഭരിക്കുന്ന രാജാവുണ്ടേ. The Almighty Allah, the Almighty Allah. അവനാണ് ആകാശമണ്ഡലങ്ങളെ പടച്ച റബ്ബ്, അവനാണ് ഭൂമണ്ഡലങ്ങളെ പടച്ച റബ്ബ്, അവനാണ് വായുമണ്ഡലങ്ങളെ പടച്ച റബ്ബ്, അവനാണ് ലോകാധികാരങ്ങളെ പടച്ച റബ്ബ്. ആറ് കാടായുടെ അധികാരമുള്ളത്? കുറച്ച് പണത്തിന്റെ തളപ്പ് വരുമ്പോ പടച്ചോനെ മറന്നുകൊണ്ട് കാലഘട്ടത്തിന്റെ നെടുക്കാമിലൂടെ തെമ്മാടിത്തരം കാണിക്കാൻ നിനക്കാരുടെ അധികാരം തന്നത്? ആറ് കാടായുടെ പവറുള്ളത്, ആറ് കാടായുടെ വരയുള്ളത്? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ബിയദിഹിൽ മുൽക്, ആറ് കാടാ തന്റെ ഇടമുള്ളത്? ഞാനാടായുന്ന അധികാരി, ഞാനാടായുന്ന പ്രമാണി, ഞാനാടായുന്ന മുതലാളി. ഇന്ന് ഏത് വക്കീലിന്റെ വാദത്തിനാണ് വിജയിക്കാൻ കഴിയുന്നത്? ഏത് പണക്കാരന്റെ പണത്തിനാണ് ഇന്ന് വിലയുള്ളത്? ഏത് പ്രമാണിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിനാണ് ഇടപെടാൻ കഴിയുന്നത്? ഇല്ല.
അധികാരികളുടെ അധികാരിയായ ലോകത്തിന്റെ സർവാധികാരിയായ ലോകത്തിന്റെ സർവനാഥനായ എന്റെ കയ്യിലാണ് അധികാരമുള്ളത്. പിന്നെ അഹങ്കരിക്കാൻ എനിക്കോ നിങ്ങൾക്കോ ചാൻസ് ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ടില്ലയോ കേരളത്തിൽ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അതിലൊന്ന് വിജയിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഒരുപാട് രാവന്തികളോളം കഷ്ടപ്പെട്ടുകൊണ്ട് വിജയത്തിന്റെ ദിവസം വരുന്ന സമയത്താണ്, അവന്റെ റിസൾട്ട് വരുന്ന സമയത്ത് അവൻ വിജയിച്ചു പോയി. തന്റെ അനുയായികൾ ആർപ്പുവിളികളും പടക്കങ്ങളുമായി തന്റെ നേതാവിനെ സ്വീകരിക്കാൻ വീടിന്റെ ചാരത്തിലേക്ക് ചെല്ലുമ്പോ തന്റെ വീടിന്റെ ഉമ്മറത്ത് ഒരു കട്ടിലിന്റെ പുറത്തിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നേതാവിനെ കിടത്തിയ ചരിത്രമാണ് ലോകത്തിന് പറയാനുള്ളതെങ്കിൽ ദുനിയാവിലുള്ള ജനങ്ങൾ മുഴുവൻ അധികാരത്തിന്റെ ഉന്നതിയിലേക്ക് അവനെ വളർത്തിയതാ. പക്ഷേ അധികാരിയുടെ തീരുമാനമെന്നോ അധികാരത്തിലിരിക്കാൻ നിനക്ക് അവകാശമില്ല. വേദിയിൽ ഞാനാണ് അധികാരി. ആരാ പഠിപ്പിച്ചത്? പുഞ്ചിരിച്ച മാത്രം പോരാ, പറ. എന്നോട് എന്തെങ്കിലും ഗുണക്കുണ്ടോ? നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ? ദേഷ്യമുണ്ടോ? ഉണ്ടോ ഇല്ലേ? യെസ് ഓർ നോ? ഉറക്കെ പറ. ഉണ്ടോ? ഐക്യമാണോ പറയാൻ? ഇല്ല. പിന്നൊന്ന് ഉറക്ക റൈഫിൾ എന്നോടെ ആരാ പഠിപ്പിച്ചാരാ? ജോൺ ഓഫ് കെന്നഡി അറിയാവോ? അമേരിക്കയിലെ മുൻ പ്രസിഡന്റ്, അമേരിക്കന്റെ മുൻ പ്രസിഡന്റ് ജോൺ ഓഫ് കെന്നഡി. കൂട്ടം പറയണേ, ശബ്ദം പിടിക്കുന്നു. ജോൺ ഓഫ് കെന്നഡി, അമേരിക്കയിലെ മുൻ പ്രസിഡന്റ്. അയാൾ തന്റെ ബുള്ളറ്റ് പ്രൂഫ് ഇട്ട റൂമിന്റെ ഉള്ളറയിൽ ഒരു വെല്ലുവിളി നടത്തി. ഐ ചലഞ്ച് മൈ ഡെത്ത്. സാധന്മാര് സദസ്സിലേക്ക് വന്നിരുന്ന വളരെ സന്തോഷം. ഐ ചലഞ്ച് മൈ ഡെത്ത്. ഞാൻ എന്റെ മരണത്തെ വെല്ലുവിളിക്കുന്നു. ആര് പറഞ്ഞു? അമേരിക്കന്റെ ഒരുപാട് ടെക്നോളജികളും ഒരുപാട് സയൻസും ഒരുപാട് ശാസ്ത്രവും ഒരുപാട് ഉന്നതിയിലേക്ക് വളർന്ന അമേരിക്കന്റെ മുൻ പ്രസിഡന്റ് പറഞ്ഞു, ഐ ചലഞ്ച് മൈ ഡെത്ത്. ഞാൻ എന്റെ മരണത്തെ വെല്ലുവിളിക്കുന്നു. അയാള് പറഞ്ഞു തീർന്നില്ല. തന്റെ പടനായകൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൊന്ന് പരീക്ഷണം നടത്തിപ്പോയി. സ്വന്തം ജീവനെ പോലും വെല്ലുവിളിക്കുന്ന മനുഷ്യനോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ സെക്യൂരിറ്റി ഗാർഡിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ തന്റെ കയ്യിലുള്ള ആയുധമെടുത്തുകൊണ്ടൊന്ന് നിറയൊഴിച്ചപ്പോൾ അടുത്ത നിമിഷം ജോൺ ഓഫ് കെന്നഡി നിലംപതിച്ച് താഴെ വീണുപോയി, മരണപ്പെട്ടുപോയി. അള്ളാഹുവിനെ വെല്ലുവിളിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ലോകത്തിലേക്ക് മരണപ്പെട്ടുപോയ ജോൺ ഓഫ് കെന്നഡിയെ കണ്ട ലോകം. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നമുക്കൊന്നിനും ഗ്യാരണ്ടിയില്ല, നമുക്കൊന്നിനും പവറില്ല, നമുക്കൊന്നിനും കഴിവില്ല. അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളറയിലേക്ക് ആവർത്തനാവർത്തനം കടന്നു വരണം. അല്ലാ ലോകത്ത് പിന്നെ തെറ്റുകളില്ല, ലോകത്തിന് അനാചാരങ്ങളില്ല. അഹങ്കരിക്കല്ല പെണ്ണേ, അഹങ്കരിക്കല്ല ചെറുപ്പക്കാരാ. തിരുവനന്തപുരം ജില്ലയിലെ RCSയുടെ കത്തളത്തിലേക്ക് അവിടുത്തെ വരാന്തയുടെ ചാരത്തിലൂടെ നീ ഒന്ന് സഞ്ചരിച്ചാൽ 1 വയസ്സുള്ള കുഞ്ഞിന്റെ നിലവിളി നിനക്ക് കേൾക്കാം, 10 വയസ്സുള്ള കുട്ടിയുടെ ദീനരോധനം നിനക്ക് കേൾക്കാം, 18 വയസ്സുള്ള യുവകോമളന്റെ കരച്ചിൽ നിനക്ക് കേൾക്കാം, 40 വയസ്സുള്ള മധ്യവയസ്കന്റെ പൊട്ടിക്കരച്ചിൽ നിനക്ക് കേൾക്കാൻ കഴിയുമടാ, 60 വയസ്സുള്ള ഉപ്പാപ്പയുടെ കരച്ചിലും നിനക്ക് കേൾക്കാൻ കഴിയും. ചെറുപ്പക്കാരാ, ക്യാൻസർ രോഗിയുടെ ചാരത്തിലേക്കൊന്ന് ചെന്നുകൊണ്ട് ചോദിക്കടാ മോനെ, നമുക്കൊന്ന് വീഗാലാൻഡിലേക്ക് പോയാലോ, നമുക്കൊന്ന് ഹാപ്പി ലാൻഡിലേക്ക് പോയാലോ, നമുക്ക് വിനോദത്തിന്റെ അടിച്ചു പൊളിക്കുന്ന കേന്ദ്രങ്ങളിലേക്കൊന്ന് പോയാലോ, വരാൻ റെഡിയാണോ? ചിലവ് മുഴുവൻ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞാൽ നിന്റെ ആഗ്രഹം എന്താണെന്ന് നീയൊന്ന് ചോദിച്ചാ അവന് പറയാനുള്ള ആഗ്രഹം ഒരൊറ്റ ആഗ്രഹമാണ്, അല്ലാ അല്ലാ
സുന്ദരമായി ഒരു ഗ്ലാസ് വെള്ളമൊന്ന് കുടിക്കാൻ, ഒരു ഗ്ലാസ് വെള്ളമൊന്ന് കുടിച്ച് പൂർത്തീകരിക്കാൻ എനിക്കൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹ്, ഒരു ദിവസമെങ്കിലും വേദനയില്ലാതെ എനിക്കൊന്ന് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിന്റെ ആഘോഷം എനിക്ക് വേണ്ടടാ, നിന്റെ അടിച്ചുപൊളി എനിക്ക് വേണ്ടടാ. അതുകൊണ്ട് കാലഘട്ടത്തിന്റെ